നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിൽ. ചെന്നൈയിലെ വീട്ടിലെത്തി തഞ്ചാവൂർ പോലീസാണ് ഉദയനിധിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം ചോദ്യം ചെയ്ത ശേഷം ഉദയനിധി സ്റ്റാലിനെ വിട്ടയക്കുമെന്ന് തമിഴ്നാട് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് നിലപാട് അറിയിച്ചത്. അറസ്റ്റ് ചെയ്ത ഉദയനിധിയെ സെങ്കിപ്പെട്ടിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് കെ ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ശ്രീജിത്ത് കെ വിവരങ്ങൾ? രാവിലെ മുതൽ തുടങ്ങിയ നാടകീയ സംഭവങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഉദയനിധി സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് തഞ്ചാവൂർ പോലീസ് 9:30 ഈ സ്റ്റാലിൻ്റെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് പിന്നീട് തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം കൊണ്ടുപോകുന്നത്. ആ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വഴിയിലും ഇപ്പോൾ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഈ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിൽ, തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹത്തെ ഹാജരാക്കുമെന്ന് AG അടക്കമുള്ളവർ കോടതിയിൽ അറിയിച്ചതെങ്കിൽ അവിടെ DMK പ്രവർത്തകർ തടിച്ചുകൂടിയത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റേഷനായ സെങ്കൽപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു. അവിടെ ചോദ്യം ചെയ്യാൻ എത്തിച്ചപ്പോൾ ഇദ്ദേഹം ഈ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങാതെ പ്രതിഷേധം രേഖപ്പെടുത്തി. പിന്നീട് DMKയുടെ നേതാക്കളും അതോടൊപ്പം തന്നെ പോലീസുമെല്ലാം എത്തിയാണ് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ആ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ സെങ്കൽപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ മുന്നിലുണ്ടായിരുന്ന പ്രവർത്തകരും അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ആ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. ഇപ്പോഴും അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷം നിലനിൽക്കുകയാണ്. DMKയുടെ മുതിർന്ന നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ വലിയ സാന്നിധ്യവും ഈ പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. എന്തായാലും ഇന്നലെയായിരുന്നു തഞ്ചാവൂരിൽ ഈ കർഷകരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിക്കുകയും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധ പരിപാടിയിൽ തൃഷയ്ക്കെതിരായ ഒരു അശ്ലീല പരാമർശം നടത്തുകയും ആ അശ്ലീല പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ TVKയുടെ വനിതാ വിങ് നേതാവ് ഈ ഉദയനിധി സ്റ്റാലിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ തഞ്ചാവൂർ പോലീസ് തഞ്ചാവൂരിൽ നിന്നും തിരിച്ച് ഉദയനിധി സ്റ്റാലിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ അറസ്റ്റ് ഉണ്ടായപ്പോഴും വലിയ രീതിയിൽ തന്നെ ഈ വിജയോടൊപ്പം നിൽക്കുന്ന TVKയോടൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികളുടെ വിമർശനമുണ്ടായി. അവർ ഉന്നയിച്ചത് നാളെ ബഡ്ജറ്റ് സമ്മേളനമാണ്. തമിഴ്നാട്ടിൽ ബഡ്ജറ്റ് സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് ജനാധിപത്യപരമായ ഒരു മര്യാദയല്ലെന്ന് ചൂണ്ടിക്കാട്ടി വലിയ എതിർപ്പുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് 12 മണിയോടുകൂടി തന്നെ ഈ അറസ്റ്റിന് മുൻപ് ഉദയനിധി സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും കോടതിയെ സമീപിക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞത് ഈ 12:30 മുൻപ് അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അതനുസരിക്കാതെ ഈ ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോടതിയെ വീണ്ടും സമീപിക്കുമ്പോൾ സ്വാഭാവികമായ ഒരു തിരിച്ചടിയും TVK സർക്കാർ ഭയപ്പെട്ടിരുന്നു. കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ കോടതിയിൽ TVK സർക്കാർ നിലപാടെടുത്തത്. തഞ്ചാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നായിരുന്നു ഈ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെന്നൈയിൽ നിന്നും 7 മണിക്കൂറിലധികം യാത്ര ചെയ്ത് തഞ്ചാവൂരിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേഷനായ സെങ്കൽപ്പെട്ടിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് തഞ്ചാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ TVK പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉദയനിധി സ്റ്റാലിനെ അവിടെ എത്തിക്കുകയാണെങ്കിൽ അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകും, സംഘർഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഉദയനിധി സ്റ്റാലിനെ മറ്റൊരു സ്റ്റേഷനിൽ എത്തിച്ചതെന്നാണ് പോലീസിൻ്റെ നിലപാട്. പക്ഷേ തുടക്കം അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തി. അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും വാഹനത്തിൽ നിന്നും ഇറങ്ങാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് കോടതി എന്താണോ പറഞ്ഞത് അത് പോലീസ് നടപ്പിലാക്കണം. ആ പോലീസ് നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായി തന്നെ തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ഹാജരാക്കാനുള്ളത്. അല്ലാത്ത പക്ഷം ഇപ്പോൾ ചെയ്യുന്ന രീതി തെറ്റാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനമുണ്ടായത്. എന്തായാലും ചോദ്യം ചെയ്യൽ എത്ര മണിക്കൂർ നീളും എന്നാണ് എല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത്. കാരണം മണിക്കൂറുകൾക്കകം തന്നെ ഇനി 12 മണിക്കൂർ അധികം കഴിയുമ്പോൾ തന്നെ
ഈ നാളെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ സഭയിൽ ഇല്ലാതിരിക്കുന്നത് ജനാധിപത്യ മര്യാദയല്ലെന്ന് ഈ വിജയോടൊപ്പം നിൽക്കുന്നവർ തന്നെ മുൻകൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, നാളെ തമിഴ്നാട്ടിൽ ബജറ്റ് സമ്മേളനം നടക്കാനിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവായ ഉദയനിധിയെ തൃശയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ അറസ്റ്റ് ചെയ്തത്. ചെന്നൈയിലെ വീട്ടിലെത്തിയാണ് തഞ്ചാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിലവിൽ സിക്കിപ്പേട്ടിയിൽ ചോദ്യം ചെയ്യലാണ്. എത്ര മണിക്കൂർ നീളും ഈ ചോദ്യം ചെയ്യലെന്നൊന്നും അറിയാൻ സാധിക്കില്ല. വിവരങ്ങൾ നൽകിയത് ശ്രീജിത്ത് KJ ആണ്.